ഞാൻ അർദ്ധങ്ങൾ ഹയർ സെക്കൻഡറി സ്കൂളിൽ കിട്ടാമെന്ന് പറഞ്ഞോ. എന്റെ സബ്ജക്ട് സോൺസോളജിയാണ്. ഞാൻ ഹ്യൂമാനിറ്റീസിലാണ് പഠിപ്പിക്കുന്നത്. ആ മോള് പഠിച്ചത് കൊമേഴ്സ്. ഓക്കെ, അപ്പൊ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളുടെ കൊമേഴ്സിൽ മാത്തമാറ്റിക്സ് ഇല്ല. ഞങ്ങളുടെ കൊമേഴ്സിന്റെ കോമ്പിനേഷൻ 39 ഞാൻ പറയാം, അപ്പൊ മനസ്സിലാവും. ആ മോള് പറഞ്ഞുകൊണ്ട് ഞാൻ ചുമ്മാ കോമേഴ്സിൽ കടന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ മോള് മാത്തമാറ്റിക്സ് പഠിച്ചു. ഞങ്ങളുടെ സ്കൂളിൽ മാത്തമാറ്റിക്സ് ഇല്ല. ആ ബിസിനസ് ഉണ്ട്, അക്കൗണ്ടൻസി ഉണ്ട്, പിന്നെ വരുന്നത് എക്കണോമിക്സ് ഉണ്ട്. ഇത് മൂന്നും അവിടെയുണ്ട്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് മാത്തമാറ്റിക്സ് വരെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. അതുപോലെ ഞാനൊരു കാര്യം ചോദിച്ചത് കോമ്പിനേഷൻ കോഡ് എത്രയാണെന്ന് ചോദിച്ചത്. ആ മോഡ് പറഞ്ഞത് എത്ര കൂടെ 36 എന്ന് പറഞ്ഞു. 36, 37, 38, 39 ഇത് 4 കൊമേഴ്സാണ്. ഇത് 4 കൊമേഴ്സാണ്. പ്ലസ് 1ലേക്ക് പോകുമ്പോൾ കൊമേഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ഈ 4 കൊമേഴ്സ് വന്നിരിക്കണം. അല്ലേ? മാത്സ്, ബയോളജി ആ കോമ്പിനേഷൻ കോഡ് എത്രയാണെന്ന് അറിയാമോ? 01 0. നമ്മുടെ സ്കൂളിൽ ഒരു കോഡുണ്ട്, പക്ഷെ അറിയാമോ എത്രയാണെന്ന് നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പോ സബ്ജക്റ്റിന് കോഡുണ്ട്, സ്കൂളിന് കോഡുണ്ട്. ആ രണ്ടും പഠിക്കണം. സ്കൂളിന് പേരുണ്ട്, ആ മൂന്നും അറിയണം. മനസ്സിലായോ? ഓക്കെ. സെന്റ് ജോസഫ് കോളേജ് ആലപ്പുഴ അല്ലെ? ബയോ മാത്സ് കോമ്പിനേഷൻ കോഡ് 1. ഓക്കെ. സ്കൂൾ കോഡിൽ ഞാൻ ഓർഡറിൽ പറയാം, അന്നേരം പറഞ്ഞുതരാം. കിട്ടിയ ഒരു കൊമേഴ്സിനെ കിട്ടി, ഒരു കൊമേഴ്സിനെ കിട്ടി. ഓക്കെ, ഞാൻ ഏത് സബ്ജക്റ്റാണ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞത്? ഹ്യൂമാനിറ്റീസ്. ഏതാണ്? ഹ്യൂമാനിറ്റീസ്. അപ്പൊ മൊത്തം എത്രണ്ണമായി? ഒരു ബയോളജി, ഒരു കൊമേഴ്സ്, ഒരു ഹ്യൂമാനിറ്റീസ്. അങ്ങനെ 3 പ്ലസ് 1കളാണുള്ളത് 9ാം ക്ലാസ്സിൽ. അതായത് 10 കഴിഞ്ഞാൽ എത്രയാണ്? പ്ലസ് 1. എത്ര ഉണ്ടെന്ന് അറിയാവോ? 11. 11 എത്ര ഉണ്ടെന്ന് അറിയാം? എത്ര സബ്ജക്റ്റുകളുണ്ടെന്ന് അറിയാവോ? 11 ഇല്ല. നമ്മളിപ്പോ എത്രണ്ണം പറഞ്ഞില്ല? 3 എണ്ണം പറഞ്ഞു. 3 ഉള്ളോ? ഈ 3 പ്രധാനപ്പെട്ട സയൻസ് നമ്മൾ പറഞ്ഞു. ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു. അവിടെ എന്നെ ശ്രദ്ധിക്കണം. പിന്നെന്ത് പറഞ്ഞു? കൊമേഴ്സ് എന്ന് പറഞ്ഞു. ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് മൊത്തം 46 കോമ്പിനേഷനുകളുണ്ട്. എത്രണ്ണമാണ്? 46. എത്രണ്ണമാണ്? എത്രണ്ണമുണ്ട്? 46. അതിൽ ഒരെണ്ണം മാത്രം ബയോളജി സയൻസ്, അതിൽ ഒരെണ്ണം അതായത് കൊമേഴ്സ്, അതിലൊന്നാണ് കമ്പ്യൂട്ടർ സയൻസ്, അതിലൊന്നാണ് ഹ്യൂമാനിറ്റീസ്. അപ്പൊ മൊത്തം 4 ആയി. ഇനി എത്രണ്ണമുണ്ട്? 42 വരും. മനസ്സിലാവുന്നു? ഇനി നമുക്ക് ഇതിനെ 3ആയിട്ട് തിരിക്കാം. 3ആയിട്ട് തിരിക്കുമ്പോൾ ബയോളജി, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അങ്ങനെ തിരിച്ചാൽ 10 സയൻസുകളുണ്ട്, 4 കൊമേഴ്സുകളുണ്ട്, 32 ഹ്യൂമാനിറ്റീസുകളുണ്ട്. ഇപ്പൊ ഏറ്റവും കൂടുതൽ പഠിക്കാൻ സാധ്യത കിടക്കുന്ന എവിടെയാണ്? ഹ്യൂമാനിറ്റീസ്. എന്തുകൊണ്ടാണ് ഈ 4 കൊമേഴ്സ് എന്ന് പറയാൻ കാര്യം? എന്തുകൊണ്ടാണ് 9 സയൻസ് എന്ന് പറയാൻ കാര്യം? ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് എന്തിലേക്ക് അറിയാം? നിങ്ങൾ ചോദിക്കണം, മോളോട് ചോദിക്കാം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിനകത്ത് എന്തില്ല? കമ്പ്യൂട്ടർ സയൻസിൽ കമ്പ്യൂട്ടർ സയൻസ് ഡാഷ് ഇല്ല. എന്താണ് ഇല്ലാത്തത്? ബയോളജി ഇല്ല. അടുത്ത ഒരു ചോദ്യം, മോളോടല്ല, അടുത്ത ബയോളജി സയൻസിൽ ഡാഷ് ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല. അപ്പൊ ഒരു സയൻസ് ആണെങ്കിൽ ഒരു സബ്ജക്ട് മാറിയാൽ മതി. മനസ്സിലായോ? അങ്ങനെയാണ് കോമ്പിനേഷൻ മാറുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ വരുന്ന പ്ലസ് 1ലേക്ക് അക്ഷയ സെന്ററിൽ പോയിട്ടല്ല ചെയ്യുന്നത്. അതിനെന്താ പറയണം? അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്താ പറയുക? ഏകജാലക സംവിധാനം. എന്താ പറയുക? ഏകജാലക. പിന്നെ വേറെ രീതികളാണ് ഏകജാലകം കൂടാതെ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? മാനേജ്മെന്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ടോ? അങ്ങനെ 3 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്പോർട്സ് അങ്ങനെ 4 രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. സ്പോർട്സ് ഉള്ള കുട്ടികൾക്ക് സ്പോർട്സിൽ അപ്ലൈ ചെയ്യാം. പിന്നെ ഞാൻ വേറെ കാര്യം ചോദിക്കാം, എങ്ങനെ അപ്ലൈ ചെയ്യണം? സ്പോർട്സ് കുട്ടികൾ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് ഏകജാലകം വഴി നോർമൽ ആപ്ലിക്കേഷൻ കൊടുക്കണം. സാധാരണ ഏകജാലകം വഴി പ്ലസ് 1 ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിൽ നമ്മളോട് ചോദിക്കും സ്പോർട്സ് ഉണ്ടോ? കഴിഞ്ഞിരിക്കട്ടെ, സ്പോർട്സ് ഉണ്ടെന്നൊക്കെ ചോദിക്കും. അപ്പൊ നമ്മൾ സ്പോർട്സ് ടിക്ക് ചെയ്യണം. സ്പോർട്സ് കോട്ട ടിക്ക് ചെയ്യണം. ടിക്ക് ചെയ്തിട്ട് എന്താണെന്ന് അറിയാമോ? ഇതിന്റെ സ്പോർട്സ് സർട്ടിഫിക്കറ്റുകളും ഈ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊന്നും നമ്മൾ സ്ലിപ്പ് മേടിക്കും. എവിടുന്ന? അക്ഷയ കേന്ദ്രത്തിൽ. അക്ഷയ കേന്ദ്രത്തിൽ ആപ്ലിക്കേഷൻ പോകുമ്പോൾ നമ്മുടെ സ്പോർട്സിന്റെ സർട്ടിഫിക്കറ്റും
അവിടെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ എവിടെ പോകണം? ജില്ലാ സ്പോർട്സ് കൗൺസിലിൽ പോകണം. അവിടെ ചെന്നിട്ട് അവരാണ് സ്പോർട്സ് കോട്ടയിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നിനക്ക് 2 ചാൻസ് കിട്ടും. ഏഴാമത്തെ ഗവൺമെന്റ് കിട്ടാം, സ്പോർട്സിൽ കിട്ടാം. സാധാരണ ഇതിൽ സ്പോർട്സ് കോട്ടയിലാണ് പെട്ടെന്ന് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ ആ വോട്ടർ പെട്ടെന്ന് എന്ത് കിട്ടും? അഡ്മിഷൻ കിട്ടും. എവിടെ? മനസ്സിലായോ? ലെഫ്റ്റ് കമ്മ്യൂണിറ്റിയുടെ രൂപയാണ്. അപ്പോൾ അവിടെ നമ്മൾ കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന മിനിമം സീറ്റ് ഉണ്ട്. സ്പോർട്സ് കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന എല്ലാവരും കിട്ടത്തില്ല. അവിടെ സീറ്റ് ഉണ്ട്. മിനിമം സീറ്റ് ഇത്ര പെർസെന്റേജ് ഉണ്ട്. അത്രയും കുട്ടികൾക്ക് ആ അലോട്ട്മെന്റ് കിട്ടും. ആ അലോട്ട്മെന്റിൽ കിട്ടിയില്ലെങ്കിൽ എന്തിൽ കിട്ടാം? ഏത് രാജ്യത്ത് ഓപ്പണിൽ കിട്ടാം. ഓപ്പണിൽ കിട്ടാം. കുട്ടിയെ അപ്ലൈ ചെയ്യേണ്ടത് ഏത് സ്കൂളാണെങ്കിൽ അവിടെ നമുക്ക് മാനേജ്മെന്റ് കോട്ടയിൽ അപ്ലൈ ചെയ്യാം, കമ്മ്യൂണിറ്റി കോട്ടയിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ മൊത്തം 4 ആപ്ലിക്കേഷൻ. വെള്ളം വേണോ? എത്ര ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞത്? 4 4 ക്ലിയർ ആവുന്നുണ്ടോ? ഈ 4 രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം.